ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നും ഉപയോഗിക്കുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ആ വാക്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾക്കൊരു പുതിയ ജോലി ലഭിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഐ എം സോ പ്ലീസ്ഡ് ദാറ്റ് യു ഹാവ് എ ന്യൂ ജോബ്. ജോലി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ജോബ്. സന്തുഷ്ടനാണ് പ്ലീസ്ഡ്. ഐ എം സോ പ്ലീസ്ഡ് ദാറ്റ് യു ഹാവ് എ ന്യൂ ജോബ്. നിങ്ങൾക്ക് ഒരു പുതിയ ജോലി ലഭിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. നമുക്കൊരു റോഡ് യാത്ര പ്ലാൻ ചെയ്യാം. ലെറ്റ്സ് പ്ലാൻ എ റോഡ് ട്രിപ്പ്. പദ്ധതി ഇടുക അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പ്ലാൻ. യാത്ര എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ട്രിപ്പ്. ലെറ്റ്സ് പ്ലാൻ എ റോഡ് ട്രിപ്പ്. നമുക്കൊരു റോഡ് യാത്ര പ്ലാൻ ചെയ്യാം. ഞങ്ങൾ ദേഹം തണുക്കാനായി നദിയിലേക്ക് ചാടി. വി ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ ടു കൂൾ ഓഫ്. ചാടുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ജംപ്. നദി റിവർ. വി ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ ടു കൂൾ ഓഫ്. ഞങ്ങൾ ദേഹം തണുക്കാനായി നദിയിലേക്ക് ചാടി. നമുക്കൊരു വിനോദയാത്ര പോകാം. ലെറ്റ്സ് ഹാവ് എ പിക്നിക്. വിനോദയാത്ര എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പിക്നിക്. ലെറ്റ്സ് ഹാവ് എ പിക്നിക്. നമുക്കൊരു വിനോദയാത്ര പോകാം. അവൾ വളരെ വലിയൊരു തുക സമ്പാദിക്കുന്നുണ്ടാകണം. ഷീ മസ്റ്റ് ബി ഏണിംഗ് എ ഫാൻറ്റാസ്റ്റിക് എമൗണ്ട് ഓഫ് മണി. സമ്പാദിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഏൺ. വളരെ വലിയൊരു തുക, എ ഫാൻറ്റാസ്റ്റിക് എമൗണ്ട് ഓഫ് മണി. ഷീ മസ്റ്റ് ബി ഏണിംഗ് എ ഫാൻറ്റാസ്റ്റിക് എമൗണ്ട് ഓഫ് മണി. അവൾ വളരെ വലിയൊരു തുക സമ്പാദിക്കുന്നുണ്ടാകണം. നിങ്ങൾ റിമോട്ട് എനിക്ക് തരാമോ? ക്യാൻ യു പാസ് മീ ദ റിമോട്ട്? അവൻ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വികാരാതീതനാകാതിരിക്കാൻ ശ്രമിക്കുന്നു. ഹീ ഈസ് ട്രൈങ് നോട്ട് ടു ബി സെൻറ്റിമെൻ്റൽ അബൌട്ട് ദ പാസ്റ്റ്. വികാരാതീതനാകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സെൻറ്റിമെൻ്റൽ. ശ്രമിക്കുക ട്രൈ. കഴിഞ്ഞ കാലം പാസ്റ്റ്. ഹീ ഈസ് നോട്ട് ട്രൈങ് ടു ബി സെൻറ്റിമെൻ്റൽ അബൌട്ട് ദ പാസ്റ്റ്. അവൻ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വികാരാതീതനാകാതിരിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ വാരാന്ത്യം എങ്ങനെയായിരുന്നു? ഹൗ വാസ് യുവർ വീക്കെൻഡ്? വാരാന്ത്യം അല്ലെങ്കിൽ ആഴ്ചയുടെ അവസാന ദിവസം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വീക്കെൻഡ്. ഹൗ വാസ് യുവർ വീക്കെൻഡ്? നിങ്ങളുടെ വാരാന്ത്യം എങ്ങനെയായിരുന്നു? അടുത്തയാഴ്ച ഓസ്ട്രേലിയയിലേക്ക് പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വി ഹോപ്പ് ടു ഗോ ടു ഓസ്ട്രേലിയ നെക്സ്റ്റ് വീക്ക്. പ്രതീക്ഷിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹോപ്പ്. പോകുക ഗോ. അടുത്തയാഴ്ച നെക്സ്റ്റ് വീക്ക്. വി ഹോപ്പ് ടു ഗോ ടു ഓസ്ട്രേലിയ നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച ഓസ്ട്രേലിയയിലേക്ക് പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട വിനോദം എന്താണ്? വാട്ട്സ് യുവർ ഫേവറേറ്റ് ഹോബി? പ്രിയപ്പെട്ട എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫേവറേറ്റ്. വിനോദം ഹോബി. വാട്ട്സ് യുവർ ഫേവറേറ്റ് ഹോബി? നിങ്ങളുടെ പ്രിയപ്പെട്ട വിനോദം എന്താണ്? ആ പ്ലേറ്റ് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബി കെയർഫുൾ നോട്ട് ടു ഡ്രോപ്പ് ദാറ്റ് പ്ലേറ്റ്. ശ്രദ്ധിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കെയർഫുൾ. ബി കെയർഫുൾ നോട്ട് ടു ഡ്രോപ്പ് ദാറ്റ് പ്ലേറ്റ്. ആ പ്ലേറ്റ് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ടി വി ഷോ ഏതാണ്? വാട്ട്സ് യുവർ ഫേവറേറ്റ് ടി വി ഷോ? പ്രിയപ്പെട്ട എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫേവറേറ്റ്. വാട്ട്സ് യുവർ ഫേവറേറ്റ് ടി വി ഷോ? നിങ്ങളുടെ പ്രിയപ്പെട്ട ടി വി ഷോ ഏതാണ്? പൊതുജനങ്ങൾക്കായി മ്യൂസിയം തുറന്നിരിക്കുന്നു. ദ മ്യൂസിയം ഈസ് ഓപ്പൺ ടു ദ പബ്ലിക്. പൊതുജനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പബ്ലിക്. തുറക്കുക ഓപ്പൺ. ദ മ്യൂസിയം ഈസ് ഓപ്പൺ ടു ദ പബ്ലിക്. പൊതുജനങ്ങൾക്കായി മ്യൂസിയം തുറന്നിരിക്കുന്നു. നിങ്ങൾ ചെയ്തു കഴിഞ്ഞോ? ആർ യു ഡൺ? ചെയ്യുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡു. ഡു ഡിഡ് ഡൺ. ആർ യു ഡൺ? നിങ്ങൾ ചെയ്തു കഴിഞ്ഞോ? ദയവായി അത് ആവർത്തിക്കാമോ? ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? ആവർത്തിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റിപ്പീറ്റ്. ദയവായി പ്ലീസ്. ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? ദയവായി അത് ആവർത്തിക്കാമോ? നിങ്ങൾ എവിടെ താമസിക്കുന്നു? വേർ ഡു യു ലീവ്? താമസിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലീവ്. വേർ ഡു യു ലീവ്? നിങ്ങൾ എവിടെ താമസിക്കുന്നു? ഞാൻ എങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോകും? ഹൗ ക്യാൻ ഐ ഗോ ടു ദ സൂപ്പർ മാർക്കറ്റ്? പോകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോ. ഹൗ ക്യാൻ ഐ ഗോ ടു ദ സൂപ്പർ മാർക്കറ്റ്? ഞാൻ എങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോകും? ഞാൻ നിങ്ങളെ വെറുക്കുന്നു. ഐ ഹേറ്റ് യു. വെറുക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹേറ്റ്. ഐ ഹേറ്റ് യു. ഞാൻ നിങ്ങളെ വെറുക്കുന്നു. അത്തരം ശബ്ദമുണ്ടാക്കുന്നത് നിർത്തുക. സ്റ്റോപ്പ് മേക്കിംഗ് സച്ച് എ നോയ്സ്. നിർത്തുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റോപ്പ്. ശബ്ദം നോയ്സ്. സ്റ്റോപ്പ് മേക്കിംഗ് സച്ച് എ നോയ്സ്. അത്തരം ശബ്ദമുണ്ടാക്കുന്നത് നിർത്തുക. ഞാനത് അറിഞ്ഞു. ഐ ന്യൂ ഇറ്റ്. അറിയുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് നോ. അറിഞ്ഞു ന്യൂ.
ഐ ന്യൂ ഇറ്റ്, ഞാനതറിഞ്ഞു. നിങ്ങളുടെ ഫോൺ നമ്പർ എന്താണ്? വാട്ട്സ് യുവർ ഫോൺ നമ്പർ? എല്ലാം ശരിയാണോ? ഈസ് എവറിതിങ് ഓക്കെ? ഞാൻ അംഗീകരിക്കുന്നു, ഐ എഗ്രി. അംഗീകരിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എഗ്രി. ഐ എഗ്രി, ഞാൻ അംഗീകരിക്കുന്നു. ഇത് എത്രയാണ്? ഹൗ മച്ച് ഈസ് ഇറ്റ്? എത്രയാണ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹൗ മച്ച്. ഹൗ മച്ച് ഈസ് ഇറ്റ്? ഇത് എത്രയാണ്? സ്വയം ആസ്വദിക്കൂ, എൻജോയ് യുവർ സെൽഫ്. ആസ്വദിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എൻജോയ്. എൻജോയ് യുവർ സെൽഫ്, സ്വയം ആസ്വദിക്കൂ. അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നു, ദേ ലൈക്ക് ഈച്ച് അതർ. ഇഷ്ടപ്പെടുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലൈക്ക്. പരസ്പരം, ഈച്ച് അതർ, ദേ ലൈക്ക് ഈച്ച് അതർ, അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? വാട്ട് യു വാണ്ട് ടു ഡു? ആഗ്രഹിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വാണ്ട്. ചെയ്യുക, ഡു. വാട്ട് യു വാണ്ട് ടു ഡു? നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? മനസ്സിലാകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് അണ്ടർസ്റ്റാൻഡ്. ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ശ്രദ്ധാലുവായിരിക്കുക, ബി കെയർഫുൾ. എന്താണ് നിങ്ങളുടെ ജോലി? വാട്ട്സ് യുവർ ജോബ്? ജോലി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ജോബ്. വാട്ട്സ് യുവർ ജോബ്? എന്താണ് നിങ്ങളുടെ ജോലി? നല്ലൊരു വാരാന്ത്യം ആശംസിക്കുന്നു, ഹാവ് എ ഗുഡ് വീക്കെൻഡ്. വാരാന്ത്യം അല്ലെങ്കിൽ ആഴ്ചയുടെ അവസാനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വീക്കെൻഡ്. ഹാവ് എ ഗുഡ് വീക്കെൻഡ്, നല്ലൊരു വാരാന്ത്യം ആശംസിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. മനസ്സിലാകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് അണ്ടർസ്റ്റാൻഡ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാകുന്നില്ല. അടുത്ത തവണ കാണാം, സി യു നെക്സ്റ്റ് ടൈം. കാണുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സി. അടുത്ത തവണ, നെക്സ്റ്റ് ടൈം. സി യു നെക്സ്റ്റ് ടൈം, അടുത്ത തവണ കാണാം. ഞാനൊരു ഭക്ഷണക്രമത്തിലാണ്, ഐ എം ഓൺ എ ഡയറ്റ്. ഭക്ഷണക്രമം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡയറ്റ്. ഐ എം ഓൺ എ ഡയറ്റ്, ഞാനൊരു ഭക്ഷണക്രമത്തിലാണ്. അത് നിൻ്റെ ഇഷ്ടം, ഇറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങൾ എവിടെ പോകുന്നു? വേർ ആർ യു ഗോയിങ്? പോകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോ. വേർ ആർ യു ഗോയിങ്? നിങ്ങൾ എവിടെ പോകുന്നു? എനിക്ക് വളരെ സുഖം തോന്നുന്നു, ഐ ഫീൽ മച്ച് ബെറ്റർ. നിനക്കത് കിട്ടിയോ? ഡിഡ് യു ഗെറ്റ് ഇറ്റ്? കിട്ടുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗെറ്റ്. ഡിഡ് യു ഗെറ്റ് ഇറ്റ്? നിനക്കത് കിട്ടിയോ? നിങ്ങൾക്ക് ഏതെങ്കിലും വളർത്തുമൃഗങ്ങൾ ഉണ്ടോ? ഡു യു ഹാവ് എനി പെറ്റ്സ്? വളർത്തുമൃഗങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പെറ്റ്സ്. ഡു യു ഹാവ് എനി പെറ്റ്സ്? നിങ്ങൾക്ക് ഏതെങ്കിലും വളർത്തുമൃഗങ്ങൾ ഉണ്ടോ? ഞങ്ങൾ തമ്മിൽ പൊതുവായി ഒന്നുമില്ല, വി ഹാവ് നത്തിങ് ഇൻ കോമൺ. പൊതുവായി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇൻ കോമൺ. ഒന്നുമില്ല, നത്തിങ്. വി ഹാവ് നത്തിങ് ഇൻ കോമൺ. ഞങ്ങൾ തമ്മിൽ പൊതുവായി ഒന്നുമില്ല. ഞാൻ കൂടുതൽ ആരോഗ്യം തരുന്ന ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നു, ഐ എം ട്രൈങ് ടു ഈറ്റ് ഹെൽത്തി ഫുഡ്. ശ്രമിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ട്രൈ. കഴിക്കുക, ഈറ്റ്. ആരോഗ്യം തരുന്ന ഭക്ഷണം, ഹെൽത്തി ഫുഡ്. ഐ എം ട്രൈങ് ടു ഈറ്റ് ഹെൽത്തി ഫുഡ്. ഞാൻ കൂടുതൽ ആരോഗ്യം തരുന്ന ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? വാട്ട്സ് യുവർ ഫേവറേറ്റ് സോങ്? ഇഷ്ടപ്പെട്ട എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫേവറേറ്റ്. ഗാനം, സോങ്. വാട്ട്സ് യുവർ ഫേവറേറ്റ് സോങ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? കടയിൽ നിന്ന് പാൽ വാങ്ങാമോ? ക്യാൻ യു ബൈ സം മിൽക്ക് ഫ്രം ദ സ്റ്റോർ? വാങ്ങുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബൈ. പാൽ, മിൽക്ക്. കട എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റോർ. ക്യാൻ യു ബൈ സം മിൽക്ക് ഫ്രം ദ സ്റ്റോർ? കടയിൽ നിന്ന് പാൽ വാങ്ങാമോ? നിങ്ങളുടെ പ്രിയപ്പെട്ട അവധിക്കാലം ഏതാണ്? വാട്ട്സ് യുവർ ഫേവറേറ്റ് ഹോളിഡേ? അവധിക്കാലം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹോളിഡേ. വാട്ട്സ് യുവർ ഫേവറേറ്റ് ഹോളിഡേ? നിങ്ങളുടെ പ്രിയപ്പെട്ട അവധിക്കാലം ഏതാണ്? ഞാനൊരു ജോലി അന്വേഷിക്കുകയാണ്, ഐ എം ലുക്കിംഗ് ഫോർ എ ജോബ്. ജോലി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ജോബ്. അന്വേഷിക്കുക, ലുക്ക് ഫോർ. ഐ എം ലുക്കിംഗ് ഫോർ എ ജോബ്. ഞാനൊരു ജോലി അന്വേഷിക്കുകയാണ്. എനിക്ക് വസ്ത്രം കഴുകണം, ഐ നീഡ് ടു ഡു ദ ലോണ്ട്രി. എനിക്ക് എൻ്റെ കമ്പ്യൂട്ടർ ശരിയാക്കേണ്ടതുണ്ട്, ഐ നീഡ് ടു ഫിക്സ് മൈ കമ്പ്യൂട്ടർ. ശരിയാക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫിക്സ്. ഐ നീഡ് ടു ഫിക്സ് മൈ കമ്പ്യൂട്ടർ. എനിക്ക് എൻ്റെ കമ്പ്യൂട്ടർ ശരിയാക്കേണ്ടതുണ്ട്. എനിക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ട്, ഐ നീഡ് ടു ബൈ സം ഗ്രോസറീസ്. വാങ്ങുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബൈ. പലചരക്ക് സാധനങ്ങൾ, ഗ്രോസറീസ്. ഐ നീഡ് ടു ബൈ സം ഗ്രോസറീസ്. എനിക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങൾ
വാങ്ങേണ്ടതുണ്ട്. ഈ കണക്ക് പ്രോബ്ലം പരിഹരിക്കാൻ നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് മാത്ത് പ്രോബ്ലം? സഹായിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹെൽപ്പ്. ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് മാത്ത് പ്രോബ്ലം? ഈ കണക്ക് പ്രോബ്ലം പരിഹരിക്കാൻ നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? നിങ്ങളുടെ ദിവസം ഇതുവരെ എങ്ങനെ പോകുന്നു? ഹൗ ഈസ് യുവർ ഡേ ഗോയിങ് സോ ഫാർ? ഇതുവരെ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സോ ഫാർ. ഹൗ ഈസ് യുവർ ഡേ ഗോയിങ് സോ ഫാർ? നിങ്ങളുടെ ദിവസം ഇതുവരെ എങ്ങനെ പോകുന്നു? ഞാൻ നിങ്ങളെക്കുറിച്ച് ശരിക്കും അഭിമാനിക്കുന്നു. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. അഭിമാനിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പ്രൗഡ്. ശരിക്കും, റിയലി. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. ഞാൻ നിങ്ങളെക്കുറിച്ച് ശരിക്കും അഭിമാനിക്കുന്നു. എനിക്കിന്ന് സുഖമില്ല. ഐ എം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ. നിങ്ങളെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഐ എം സോ ഗ്ലാഡ് ടു സീ യു. കാണുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സീ. സന്തോഷം, ഗ്ലാഡ്. ഐ എം സോ ഗ്ലാഡ് ടു സീ യു. നിങ്ങളെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കുറച്ച് മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും. ഐ വിൽ ബി ദെയർ ഇൻ എ ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് മിനിറ്റുകൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എ ഫ്യൂ മിനിറ്റ്സ്. ഐ വിൽ ബി ദെയർ ഇൻ എ ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും. എനിക്കെൻ്റെ ഫോൺ എവിടെയും കണ്ടെത്താൻ കഴിയുന്നില്ല. ഐ കനോട്ട് ഫൈൻഡ് മൈ ഫോൺ എനിവെയർ. കണ്ടെത്തുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫൈൻഡ്. എവിടെയും, എനിവെയർ. ഐ കനോട്ട് ഫൈൻഡ് മൈ ഫോൺ എനിവെയർ. എനിക്കെൻ്റെ ഫോൺ എവിടെയും കണ്ടെത്താൻ കഴിയുന്നില്ല. നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. ലെറ്റ്സ് ഗോ ഷോപ്പിംഗ്. പോകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോ. ലെറ്റ്സ് ഗോ ഷോപ്പിംഗ്. നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. നിങ്ങൾക്ക് ഒരു നല്ല പുസ്തകം നിർദ്ദേശിക്കാമോ? ക്യാൻ യു റെക്കമെൻഡ് എ ഗുഡ് ബുക്ക്? നിർദ്ദേശിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റെക്കമെൻഡ്. നല്ല പുസ്തകം, ഗുഡ് ബുക്ക്. ക്യാൻ യു റെക്കമെൻഡ് എ ഗുഡ് ബുക്ക്? നിങ്ങൾക്കൊരു നല്ല പുസ്തകം നിർദ്ദേശിക്കാമോ? എനിക്ക് ബാങ്കിൽ പോകണം. ഐ നീഡ് ടു ഗോ ടു ദ ബാങ്ക്. പോകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോ. ഐ നീഡ് ടു ഗോ ടു ദ ബാങ്ക്. എനിക്ക് ബാങ്കിൽ പോകണം. നമുക്ക് നടക്കാൻ പോകാം. ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക്. നടക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വോക്ക്. ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക്. നമുക്ക് നടക്കാൻ പോകാം. എന്താണ് നടക്കുന്നത്? വാട്ട്സ് ഗോയിങ് ഓൺ? എല്ലാം ശരിയാണ്. എവറിത്തിങ് ഈസ് ഫൈൻ. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ എം ഓൺ ദ വേ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? മറ്റെന്തെങ്കിലും? എനിത്തിങ് എൽസ്? കളിയാക്കൽ നിർത്തുക. സ്റ്റോപ്പ് കിഡിങ്. ദയവായി മിണ്ടാതിരിക്കുക. പ്ലീസ് കീപ് ക്വയറ്റ്. നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട്. പ്ലീസ് ടു മീറ്റ് യു. ബൈ, വീണ്ടും കാണാം. ബൈ, സി യു അഗെയിൻ. കാണുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സി. ബൈ, സി യു അഗെയിൻ. ബൈ, വീണ്ടും കാണാം. നിങ്ങളുടേതുപോലെ, ദയവായി. ലൈക്ക് യുവേഴ്സ്, പ്ലീസ്. അത് പറയാൻ നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ട്? ഹൗ ഡെയർ യു സേ ദാറ്റ്? ധൈര്യം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡെയർ. പറയുക, സേ. ഹൗ ഡെയർ യു സേ ദാറ്റ്? അത് പറയാൻ നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ട്? നിങ്ങൾക്ക് അത് ആവർത്തിക്കാമോ? ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? ആവർത്തിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റിപ്പീറ്റ്. ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? നിങ്ങൾക്ക് അത് ആവർത്തിക്കാമോ? ഹുറേ, ഞാൻ ജയിച്ചു. ഹുറേ, ഐ വോൺ. ജയിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വിൻ. ജയിച്ചു, വോൺ. ഹുറേ, ഐ വോൺ. ഹുറേ, ഞാൻ ജയിച്ചു. എന്തൊരാശയം! വാട്ട് ആൻ ഐഡിയ. ആശയം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഐഡിയ. വാട്ട് ആൻ ഐഡിയ. എന്തൊരാശയം. ഈ ബഹുമതിക്ക് നന്ദി. താങ്ക്സ് ഫോർ ദിസ് ഓണർ. ബഹുമതി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഓണർ. താങ്ക്സ് ഫോർ ദിസ് ഓണർ. ഈ ബഹുമതിക്ക് നന്ദി. അത് വളരെ കൂടുതലാണ്. ദാറ്റ്സ് ടു മച്ച്. പ്രശ്നമല്ല. ഡസൻറ്റ് മാറ്റർ. പതുക്കെ നടക്കുക. വോക്ക് സ്ലോലി. നടക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വോക്ക്. പതുക്കെ, സ്ലോലി. വോക്ക് സ്ലോലി. പതുക്കെ നടക്കുക. നിങ്ങളുടെ സ്വന്തം കാര്യം ശ്രദ്ധിക്കുക. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. തിങ്ക് ബിഫോർ യു സ്പീക്ക്. ചിന്തിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് തിങ്ക്. സംസാരിക്കുക, സ്പീക്ക്. തിങ്ക് ബിഫോർ യു സ്പീക്ക്. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം.
അണ്ടിൽ ദെൻ ബൈ.